ഇതൊരു വെറും യാത്രയല്ല. ജീവിക്കാനുള്ള ഉൾപ്രേരണയിൽ സ്വന്തം ശരീരത്തിൻ്റെ അവശതകളെ മറന്നുകൊണ്ടുള്ള ഒരു മനുഷ്യൻ്റെ കഠിന ശ്രമമാണ്. അത് തുടങ്ങിയത് ഇന്നോ ഇന്നലെയോ അല്ല, കഴിഞ്ഞ 30 വർഷത്തിലേറെയായി. ശരീരം തളർന്നു വീഴാൻ പോകുമ്പോഴെല്ലാം തളരാത്ത മനസ്സ് ആ ശരീരത്തെ താങ്ങി നിർത്തും. അതേ മനസ്സ് ശരീരത്തോട് പറയും, എനിക്ക് ജീവിക്കണം, മാന്യമായി അധ്വാനിച്ച് ജീവിക്കണം, തളരാൻ പാടില്ല. ഒക്കെ വരുമ്പോ കയ്യിലിപ്പോ ഈ ഒരു കുട മാത്രമേ ഉള്ളൂ. ഒരു കുട തന്നെ. ഈ കുട വെച്ചുകൊണ്ട് തന്നെ ഇരിക്കണം. അവന് ചെറിയ പ്ലാസ്റ്റിക് കൊണ്ട് മുടിയിടും. നമ്മൾ തന്നെ കപ്പണ്ടി നനയാതെ നോക്കും, നമ്മൾ നനഞ്ഞാൽ. അപ്പൊ ഈ 150 രൂപ ഇങ്ങനെ സ്വരൂപിച്ചാണോ? എത്ര ഉണ്ടെന്നാ പറഞ്ഞ്? 2 പെണ്ണും ഒരാണ്. അവരെയൊക്കെ കല്യാണം കഴിപ്പിച്ച് വിട്ടു. അവരെയൊക്കെ വിട്ട്. അപ്പൊ അതിനൊക്കെ ഈ ഒരൊറ്റ വരുമാനം ഉണ്ടായിരുന്നു? ഒറ്റ വരുമാനം തന്നെ ഉണ്ട്, വേറെ വരുമാനം ഇല്ല. നമ്മളെ വെള്ളം കുടിക്കാതെ ഒരു കൂട്ടും. അത് എന്റെ കണക്ക്. എന്താ കണ്ണ് നിറയുന്നോ? എന്തിനാ അങ്ങനെ കരയുന്നേ? അയ്യോ, അങ്ങനെ ചുമ്മാ ഇരിക്കുക. അങ്ങനൊന്നും ചെയ്യരുത്. അല്ലല്ല, കരയൊന്നും ചെയ്യരുത്. എന്തിനാ അങ്ങനെ കരയൊന്നും ചെയ്യരുത്. ഹലോ, എല്ലാവർക്കും നമസ്കാരം. മുഹമ്മദ് ഹനീഫ എന്ന ഹനീഫിക്കയാണ് നമ്മളിപ്പോൾ കണ്ടത്. തിരുവനന്തപുരം ജില്ലയിലെ കാട്ടാക്കട KSRTC ബസ് സ്റ്റാൻഡിന് സമീപം വർഷങ്ങളായി കപ്പലണ്ടി കച്ചവടം നടത്തി ഉപജീവന മാർഗം കണ്ടെത്തുന്ന സാധുവായ ഒരു മനുഷ്യൻ. ഇദ്ദേഹത്തെ നിങ്ങൾക്കും പരിചയമുണ്ട്. ഈ കഴിഞ്ഞ കുറച്ച് ദിവസങ്ങൾക്ക് മുമ്പ് ഇതേ കാട്ടാക്കടയിൽ തന്നെയുള്ള ദൃശ്യ സ്റ്റുഡിയോ എന്ന സ്റ്റുഡിയോയുടെ ഏറ്റവും പുതിയ ബ്രാഞ്ചിൻ്റെ ഉദ്ഘാടകനായി മാറിയത് ഹനീഫിക്കയായിരുന്നു. ആ അത്യപൂർവ സംഭവത്തോടു കൂടി ഹനീഫിക്ക ലോകത്തെ ഭൂരിഭാഗം മലയാളികൾക്കിടയിലും വൈറലായി. ഈ ഹനീഫിക്കയെ ഒന്ന് നേരിട്ട് കാണണം, പരിചയപ്പെടണമെന്ന് അന്ന് മുതലേ എൻ്റെ മനസ്സിൽ തോന്നിയ ഒരു ആഗ്രഹമാണ്. അങ്ങനെ ഇക്കഴിഞ്ഞ ദിവസം ഞാൻ തിരുവനന്തപുരം കാട്ടാക്കട KSRTC ബസ് സ്റ്റാൻഡിന് സമീപം എത്തി. ഹനീഫിക്കയെ നേരിട്ട് കോൺടാക്റ്റ് ചെയ്യാൻ അദ്ദേഹത്തിന് സ്വന്തമായിട്ടൊരു ഫോണൊന്നുമില്ല. പാവം മനുഷ്യനാണ്. പിന്നെ കയ്യിലുള്ള ആകപ്പാടെയുള്ള വിവരം ദൃശ്യ സ്റ്റുഡിയോയെക്കുറിച്ചുള്ള വിവരമാണ്. അങ്ങനെ ഞാൻ ദൃശ്യ സ്റ്റുഡിയോയിലേക്ക് ചെല്ലുന്നു. അതിൻ്റെ ഓണറായ മിസ്റ്റർ ബിനുവിനെയും അദ്ദേഹത്തിൻ്റെ ഏറ്റവും അടുത്ത സുഹൃത്തായ മിസ്റ്റർ ലാലഴകത്തിനെയും പരിചയപ്പെടുന്നു. അവരാണ് എനിക്ക് ഹനീഫിക്കയെക്കുറിച്ച് കൂടുതൽ കാര്യങ്ങൾ പറഞ്ഞു മനസ്സിലാക്കി തന്നത്. എന്തായാലും ഹനീഫിക്ക ദൃശ്യ സ്റ്റുഡിയോയുടെ ഉദ്ഘാടകനായി മാറിയത് എങ്ങനെയെന്ന് ബിനു തന്നെ നമ്മളോട് ആദ്യം പറയും. പെട്ടെന്ന് നമുക്ക് ഒരു മനസ്സിൽ തോന്നിയൊരു സംഭവമായിരുന്നു അത്. പുള്ളിയെ എനിക്ക് ഭയങ്കര ഇഷ്ടമായിരുന്നു. കാരണം ഞാൻ 20 വർഷമായി ഇവിടെ സ്റ്റുഡിയോ തുടങ്ങിയ സമയത്തും പുള്ളിയുടെ ഈ സ്റ്റവ്, അതിൻ്റെ ആ ഒരു ബോക്സ്, ഒരു തടിപ്പെട്ടിയുണ്ട്. പുള്ളി അതെല്ലാം കൂടെ കൊണ്ടുവന്ന് വയ്ക്കുന്നത് എൻ്റെ സ്റ്റുഡിയോയിലെ ഫ്രണ്ടിലാണ്. പുള്ളി എന്നും കാണും. രാവിലെ പുള്ളി വന്ന് ആ കാല് സുഖമില്ലാത്ത ഒരാളാണ്. വന്ന് ഇതിനെയൊക്കെ എടുത്ത് അവിടെ കൊണ്ടുവന്ന് വെച്ച് ഇതൊക്കെ റെഡിയാക്കി, ആ വെയിലായിരുന്നാലും മഴയത്തായിരുന്നാലും പുള്ളി അതെല്ലാം കഴിഞ്ഞിട്ട് വൈകുന്നേരം തിരിച്ചു കൊണ്ടുവന്ന് അവിടെ വെച്ചിട്ട് പോകുന്ന വഴിക്ക് നമുക്ക് ഒരു കപ്പലിന് തന്നിട്ടാണ് പോകും. ഫ്രീ ആയിട്ട് തന്നിട്ടും പോകും. നമ്മൾ സ്റ്റാഫുകളുണ്ട്, അവരാരെങ്കിലും അത് വാങ്ങി കഴിക്കും. അപ്പൊ അങ്ങനെ ഒരു ബന്ധം അന്നോട്ടേ ഉണ്ട്. അപ്പോൾ ഇതൊക്കെ കഴിഞ്ഞിട്ട് ഞാനും ലാലഴകുമായിട്ട് ഞങ്ങളുടെ സ്ഥിരം കേന്ദ്രമാണ് കാട്ടാക്കട KSRTC. നമ്മൾ ഫുഡ് കഴിക്കുന്നതായിരുന്നാലും ചായ കുടിക്കാനായിരുന്നാലും ഒക്കെ അങ്ങോട്ടാണ് പോകുന്നത്. അവിടെ പോയി ഇരുന്ന് കുറച്ച് നേരമൊക്കെ സംസാരിച്ചിട്ട് തിരിച്ചിറങ്ങി വരും. അപ്പോൾ ഞങ്ങൾ അവിടെ നിന്ന് ചായ കുടിച്ചിട്ട് തിരിച്ച് ഇങ്ങനെ നടന്ന് വരികയാണ്. ആ ബസ് സ്റ്റാൻഡിൻ്റെ സൈഡിൽ കൂടി ഇങ്ങനെ നമ്മളെ ഈ ഫ്രണ്ടിൽ കൂടി ഇങ്ങനെ നടന്ന് അവിടെ വന്ന് ഏകദേശം ഈ മാവൻ കപ്പലിൽ വർക്കുന്ന ആ ഭാഗത്ത് എത്തി. അപ്പോൾ ഞാൻ ഇങ്ങനെ പറഞ്ഞുകൊണ്ട് വരികയാണ്, നമുക്ക് ഉദ്ഘാടനം എങ്ങനെ ചെയ്യാം? കാരണം ഇനി ഒരു ദിവസം കൂടെ ഉള്ളൂ. നമുക്ക് ആരെ കൊണ്ട് ഉദ്ഘാടനം ചെയ്യിപ്പിക്കാം? ഇങ്ങനെയൊക്കെ നമ്മളിങ്ങനെ കുറച്ച്. അപ്പോൾ പുള്ളി തന്നെ പറഞ്ഞു, നമുക്ക് നിങ്ങൾക്ക് ഇത്രയും വർഷം കൊണ്ട് അറിയാന്നുള്ളതാണെങ്കിൽ നമുക്ക് ഇദ്ദേഹത്തിനെ കൊണ്ട് ചെയ്യിപ്പിച്ചാലോ. എൻ്റെ മനസ്സിനകത്ത് അദ്ദേഹത്തിന്റെ പേര് ഇങ്ങനെ പറയണമെന്നുണ്ട്, പറയണ്ടെന്നുണ്ട്, ഇങ്ങനെയുള്ള രീതിയിൽ ഇങ്ങനെ നിൽക്കുകയാണ്. അപ്പൊ പുള്ളി പറയുമ്പോൾ ഞാൻ പറയും 100% എൻ്റെ മനസ്സിനകത്തുള്ള ഒരു
അദ്ദേഹത്തിൻ്റെ പേരും കൂടെ ഉണ്ടായിരുന്നു. കാരണം ഞാൻ ഇത്രയും പറഞ്ഞു, പക്ഷേ പുള്ളി എത്രത്തോളം അത് നമ്മൾ പറഞ്ഞാൽ ചെയ്യുമോ ഇല്ലെന്നുള്ളതിനെ കുറിച്ച് അറിഞ്ഞുകൂടാ. അത് അദ്ദേഹം പറയും നമുക്ക് കാണിച്ചാൽ സംസാരിക്കാം. പിറ്റേന്ന് രാവിലെ പുള്ളി ഇതൊക്കെ സാധനങ്ങളൊക്കെ എടുക്കാൻ വേണ്ടി അവിടെ വന്ന് കടയിലെ ഫ്രണ്ടിൽ വന്നിട്ട് നടന്ന് വരുമ്പോഴത്തേക്ക് ഞാൻ നിർത്തിയിട്ട് ഞാൻ പറയും അതൊക്കെ ഒരു കാര്യം സംസാരിക്കാനുണ്ട്, എൻ്റെ കട താഴെ ഇതായിട്ട് തുടങ്ങാൻ അറിയാമല്ലോ. അറിയാടാ, എനിക്ക് ഉദ്ഘാടനം പിന്നെ ഡേറ്റ് ഇത്രാം തീയതിയാണ്, എൻ്റെ ഉദ്ഘാടകനായിട്ട് ഞാൻ നിങ്ങളെ തീരുമാനിച്ചിരിക്കുകയാണെന്ന് പറഞ്ഞു. ഇങ്ങനെ അതിശയത്തോടു കൂടി എൻ്റെ മുഖത്ത് പോയി. അതെങ്ങനെ ശരിയാവും? ഞാൻ പറഞ്ഞു അത് ശരിയാവണം, അതും ശരിയാവത്തും ഞാനല്ലേ തീരുമാനിക്കുന്നത്, നിങ്ങൾ ചെയ്യാൻ പറ്റുമോ ഇല്ലേ, നിങ്ങളെ കൊണ്ട് ചെയ്യണമെന്നുള്ളതാണ് എൻ്റെ ആഗ്രഹം. നിറഞ്ഞ മനസ്സോടു കൂടി ഞാൻ നിങ്ങളുടെ ചോദിക്കുന്നു, അത് നിങ്ങൾ അത്രയും സന്തോഷത്തോടു കൂടി ഒന്ന് ചെയ്യാൻ പറ്റുമോ ഇല്ലേ? അത് ഞാൻ വീണ്ടും ഇങ്ങനെ ഒരു മടിച്ചിങ്ങനെ അത് മറ്റേന്ന് പറഞ്ഞാൽ പുള്ളിക്ക് ഒരു കൺഫ്യൂഷൻ ആയി പറ്റുന്നില്ല. ഞാൻ പറഞ്ഞു നിങ്ങൾ ധൈര്യമായിട്ട് വാ, ഞാനല്ലേ വിളിക്കണേന്ന് പറയും. ഓ ഞാൻ വരാം. ആ പുള്ളി എന്നിട്ട് അങ്ങ് പോയി. അവർ നമ്മൾ രണ്ടുപേരും മാത്രം അറിഞ്ഞു, ഞാനും ലാലടവും മാത്രമേ ഇത് അറിഞ്ഞിട്ടുള്ളൂ, വേറെ ഒരു കുഞ്ഞും അറിഞ്ഞിട്ടില്ല. പിറ്റേന്ന് നമ്മൾ ഉദ്ഘാടനത്തിൻ്റെ സമയമായി, നമ്മൾ 9:30 മണിക്ക് എല്ലാവരുടെയും വരാൻ പറഞ്ഞു. നമ്മളിവിടെ ഒരു ഡൈസൊക്കെ ചെയ്ത് എല്ലാ സംവിധാനങ്ങളും ഉണ്ടായിരുന്നു. സമയമായി ഏകദേശം. ആ സമയത്തും ഞാൻ അങ്ങോട്ടും ഇങ്ങോട്ടും ഓടിക്കൊണ്ടിരിക്കുകയാണ്, കാരണം പുള്ളി വന്നില്ല. 10 മണിയായിട്ട് പുള്ളി വന്നിട്ടില്ല. 10:05 അപ്പോൾ എൻ്റെ ലാലയുടെ ഇടയ്ക്ക് വിളിച്ചിട്ട് പറയുകയാണ്, ചോദിക്കുകയാണ് പുള്ളി വരുമോ, വിളിക്കാൻ നമ്പറുണ്ടോ? പുള്ളിക്ക് ഫോണില്ല, ഫോൺ നമ്പറില്ല. പുള്ളിയുടെ ബാക്കി ഒരു ബാക്ക്ഗ്രൗണ്ട് ഞങ്ങൾക്ക് അറിയില്ല, എനിക്കറിയില്ല. നമ്മൾ കാണുന്നു, ഇവിടെ വെച്ച് കാണുന്നു, ആ പരിചയമേ ഉള്ളൂ. ഇത്രയും വർഷം കൊണ്ട് കാണുന്നു എന്നുള്ള ഇതിനപ്പുറത്ത് ആരും ഒരു ബന്ധവുമില്ല. ടെൻഷനായി. ഞാൻ ഇവിടുന്ന് അങ്ങോട്ട് പോകുന്നു, ഇങ്ങോട്ട് വരുന്നു. അപ്പോൾ എല്ലാവരും എൻ്റെ ചോദിക്കുകയാണ് ഇന്ന ആരെയും വരണ്ട, അപ്പോൾ ഒരാളും കൂടെ വരണ്ട. അപ്പോൾ ഇത് ആരാണെന്ന് ആർക്കും അറിയില്ല, ഒരാളുണ്ടെന്നേ പറയാനുള്ളൂ. അത് തൊട്ടടുത്ത കടയിലെ പയ്യനോട് ഞാൻ പറയും, ഇടയിൽ ഞങ്ങൾ ഇങ്ങനെ ഒരു പദ്ധതി പ്ലാൻ ഉണ്ട്, മാമ ഇവിടെ എവിടെയും വന്നിട്ടുണ്ടോ എന്ന് നോക്കി. അപ്പോഴാണ് അവനും അറിയുന്നത്. ഞാൻ വേറെ ആരുടെയും പറഞ്ഞിട്ടില്ല, നീ മാമ എവിടെയും ഉണ്ടോ എന്ന് നോക്കാമെന്ന് പറയും. അവർ ഇവിടെ അത്രയും നോക്കി കാണുന്നില്ല. 10:05 ആയപ്പോഴത്തേക്ക് ലാലയുടെ പറയും ഇനി നമുക്ക് നടക്കും തോന്നുന്നില്ല, സമയമാവുകയാണ്, ടൈം വെച്ചിട്ടുണ്ടായിരുന്നു നമ്മൾ, അപ്പോൾ നമുക്ക് ആരെങ്കിലും കൊണ്ട് അങ്ങ് ചെയ്യിക്കാം എന്ന് പറഞ്ഞപ്പോഴത്തേക്കാണ് മാമൻ താഴെ ആ കപ്പലിൻ്റെ വർക്കുന്നതിൻ്റെ അടുത്തുള്ള ഇലക്ട്രിക് പോസ്റ്റിൻ്റെ അവിടെ വന്നിട്ട് ഇങ്ങനെ തളർന്ന് വന്നിങ്ങനെ പിടിച്ചോണ്ട് നിൽക്കുന്നുണ്ട്. പുള്ളി എനിക്ക് തോന്നുന്നത് ആരെങ്കിലും ബൈക്കിലൊക്കെ ആയിരിക്കും ചിലപ്പോൾ ലിഫ്റ്റ് അടിച്ച് വരുന്നത്. അപ്പോൾ ചിലപ്പോൾ താഴെ ആയിരിക്കും ഇറക്കുന്നത്. താഴെ ഒരു ക്യാമറയുണ്ട്, അപ്പോൾ അത് കയറി വരാതിരിക്കാണ്ട് അവിടെ ഇറങ്ങിയിട്ട് നടന്ന് വരും. ക്ഷീണിച്ച് അവിടെ നിൽക്കുകയാണ്. ഞാൻ ഇവിടെ നേരെ പുള്ളിയുടെ അടുത്ത് വിട്ടു, ഞാൻ മാമന് വേണ്ടിയാണ് ഇത്ര നേരം വെയിറ്റ് ചെയ്തു. എന്നിട്ട് ഇങ്ങോട്ട് വന്നില്ല. താഴെ കാരണം ഇവിടെ നല്ല തിരക്കായിരുന്നു. അവര് പുള്ളി അതുകൊണ്ട് എനിക്ക് തോന്നുന്നു അവിടെ പേടിച്ച് വന്നാ ശരിയാവും, എല്ലാവരും ആണോ അല്ലേ. ഞാൻ അവിടെ പോയി വിളിച്ചപ്പോഴത്തേക്കും ആൾക്കാരൊക്കെ ശ്രദ്ധിക്കുന്നുണ്ട്. ഞാൻ അയാളെ വിളിച്ചപ്പോഴത്തേക്കും, പക്ഷെ പുള്ളി ആർക്കും അറിയില്ലല്ലോ, ഇങ്ങനെ ഒരു സംഭവമേ അറിയത്തില്ല. പുള്ളി പതുക്കെ നടന്ന് ഇവിടെ ഈ ആൾക്കാരുടെ ഇടയിൽ അവിടെ അങ്ങനെ നിന്ന് ഞാൻ എന്നിട്ട് പുള്ളിയുടെ യഥാർത്ഥത്തിൽ പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ യഥാർത്ഥ പേരും അറിയില്ല, പേര് പോലും അറിയില്ല. എനിക്ക് യഥാർത്ഥത്തിൽ പേരറിയില്ല. പുള്ളിയുടെ യഥാർത്ഥ ആമാന്ന് നമ്മൾ വിളിക്കാറ്. ഞാൻ മുഹമ്മദ് ഹനീഫ എന്നുള്ളതാണ് പറഞ്ഞത്. ഞാൻ വന്നിട്ട് ലാലിനെ പറഞ്ഞു പുള്ളിയുടെ പേര് ഇതാണ്. പുള്ളി ഓക്കെ എല്ലാവരും ഈ സംസാരിച്ചുകൊണ്ടിരിക്കുന്നതിൻ്റെ ഇടയിൽ ഇതെല്ലാം കഴിഞ്ഞപ്പോഴത്തേക്ക് സമയമായപ്പോഴത്തേക്ക് ഞാൻ പറയും ഇനി ലേറ്റാക്കണ്ട, നമുക്ക് കയറാമെന്ന് പറഞ്ഞു. അപ്പോൾ എല്ലാവരും തിരിഞ്ഞു, അവിടെ നിന്ന് ഇങ്ങോട്ട് തിരിഞ്ഞു. അത് റിബൺ ഇങ്ങോട്ട് ഇവിടെ കെട്ടി നമ്മളെ കുറച്ച് താഴോട്ടാണ് കെട്ടിയിട്ടുണ്ടായിരുന്നത്. എല്ലാവർക്കും നിൽക്കാൻ കണക്കാക്കി ഡൈസ് ചെയ്തിട്ടുണ്ടായിരുന്നു. അങ്ങ് ഉള്ളിൽ പുറത്തോട്ട് തള്ളിയാണ് ഡൈസ് ചെയ്തിരുന്നത്. എല്ലാവരും തിരിഞ്ഞപ്പോഴത്തേക്ക് ലാലാണ് പറയാം അങ്ങോട്ട് തിരിയാൻ പറ്റും, ഒരു ടെസ്റ്റും കൂടെ ഉണ്ട്, നിങ്ങൾ എല്ലാവരും ഇങ്ങോട്ട് തിരിയണമെന്ന് പറയും. എന്നിട്ട് പറഞ്ഞു ഇത് നമ്മൾ ഇത്രയും നേരം ഇതെല്ലാവരും സംസാരിച്ചു, എല്ലാവരും നമ്മളെ ഗസ്റ്റുകളാണ്, നമ്മളെ ഉദ്ഘാടകൻ ആരാണെന്നുള്ളത് നമ്മൾ ഇവിടെ ഇതുവരെ ഉൾപ്പെടുത്തിയിട്ടില്ല. അതൊരു ടെസ്റ്റാണ്, അത് വേറെ ആരും ആയിരിക്കില്ല, ഈ നിൽക്കുന്നവരാരുമല്ല. ഈ ബസ് സ്റ്റാൻഡിൻ്റെ അവിടെ 20 വർഷം കൊണ്ട് ബിനു മാഷ് കാണുന്ന വളരെ സാധുവായ വയോധികനായ കാലിന് സ്വാധീന കുറവുള്ള ഈ മതിൻ്റെ അങ്ങറ്റം കപ്പൽ നിവർത്തുകൊണ്ടിരിക്കുന്ന മുഹമ്മദ് ഹനീഫ എന്ന ആ വ്യക്തിയാണെന്ന് പറയും. എല്ലാവർക്കും അത് പ്രതീക്ഷിക്കാത്തൊരു സാധനമല്ലേ. അപ്പോൾ എല്ലാവരും ഭയങ്കരമായിട്ട് അത് കൈയടിച്ച് സപ്പോർട്ട് ചെയ്തു. പുള്ളി എല്ലാവരും കൂടി പിടിച്ച് ഇതിൻ്റെ മേളിൽ കയറ്റി, സപ്പോർട്ട് ചെയ്താലേ കയറാൻ പറ്റുള്ളൂ, കയറ്റി നിർത്തിയിട്ട് മൈക്ക് കൊടുത്ത് എന്തെങ്കിലും സംസാരിക്കുക. അപ്പോഴത്തേക്ക് പുള്ളി പറഞ്ഞത് അവൻ നന്നായി വരും, അവന് നല്ലത് വരും, എനിക്കല്ല വേറെ നല്ല, അവൻ നല്ലതാവും, അവൻ നന്നാവും. ഈ 2 വാക്കേ പുള്ളി പറയുള്ളൂ. കണ്ണൊക്കെ അങ്ങ് നിറഞ്ഞു. അത് കേട്ടപ്പോൾ തന്നെ നമ്മളെയും മനസ്സങ്ങ് നിറഞ്ഞു. ഈ മതിലിന്റെ അങ്ങേയറ്റത്ത് ഒരു കപ്പലിന്റെ തട്ട് വെച്ചിട്ട് ഒരു മാമൻ, വളരെ എനിക്ക് സന്തോഷം തോന്നുകയാണ് ആ വാക്ക് പറയാൻ. ആ മാമനാണെന്ന് നമുക്ക് ഇത് റിബൺ മുറിച്ച് ഉദ്ഘാടനം ചെയ്യുന്നത്.
അത് ബിനുമാഷിന്റെ ഒരു വലിയ ആഗ്രഹമായിരുന്നു. അതെന്താണെന്ന് ആ മനുഷ്യൻ തന്നെ പറയും. നമുക്ക് സ്നേഹപൂർവ്വം ആ മനുഷ്യനെ ചേർത്ത് വയ്ക്കാം. ആ പേര് മുഹമ്മദ് ഹനീഫ. കാലിന് അല്പം ചെറിയ ഒരു വിഷമതയുള്ള ഒരാളാണ്. നിറഞ്ഞ സ്നേഹത്തോടു കൂടി നമ്മൾ അദ്ദേഹത്തെ ചേർത്ത് വയ്ക്കുകയാണ്. നമ്മുടെ ഹൃദയത്തോട് ചേർത്ത് വെക്കുകയാണ് മമ്മനെ. ഇത് ഞങ്ങളുടെ ഇഷ്ടമാണ്, ഇത് ഞങ്ങളുടെ സ്നേഹമാണ്, ഇത് ഞങ്ങളുടെ ഹൃദയമാണ്. എനിക്ക് നല്ല സന്തോഷമാണ്. വേറെ കുഴപ്പമൊന്നുമില്ല. നല്ലതായി വരണം എന്നുള്ള താല്പര്യമാണ് എനിക്കുള്ളത്. അത്യപൂർവമായി നടന്ന ഒരു കാര്യമാണെങ്കിലും ആ സംഭവത്തോടെ ഹനീഫിക്ക ഒരു താരമായി മാറി. ആ വിവരങ്ങളൊക്കെ കേട്ടതിന് ശേഷം ദൃശ്യ സ്റ്റുഡിയോയിൽ നിന്നിറങ്ങി ഞാൻ 11 മണിയോട് അടുപ്പിച്ച നേരത്ത് KSRTC ബസ് സ്റ്റാൻഡിന് സമീപത്തെത്തി. അപ്പോഴേക്കും ഹനീഫിക്ക അവിടെ എത്തിയിരുന്നു. കപ്പലണ്ടി കച്ചവടം തുടങ്ങാനുള്ള കാര്യങ്ങളൊക്കെ അദ്ദേഹം ആരംഭിച്ചിരുന്നു. എന്തായാലും അവിടുന്ന് അങ്ങോട്ട് ഞാൻ ഹനീഫിക്കയെ കൂടുതൽ അറിയാൻ ശ്രമിക്കുകയായിരുന്നു. എനിക്ക് ലഭിച്ച ഓരോ അറിവും അനുഭവവും എന്നിൽ ഒരുപാട് നൊമ്പരവും ആശങ്കയും ഉണ്ടാക്കി. ഊണ് കഴിക്കാനൊന്നും പോയില്ലേ? ഇല്ല, ഊണ് വീട്ടിൽ നിന്ന് കൊണ്ടുവരും. കൊണ്ടുവന്നോ ഇന്ന്? കൊണ്ടുവന്നില്ല, ഇനി കൊണ്ടുവരും. സമയമാവുന്നതേ ഉള്ളൂ അല്ലേ? ഈ വെയിലത്ത് അല്ലേ? വെയിലത്ത് തന്നെ നമ്മളെ ജീവിതം. എത്ര വർഷമായിട്ട് ഇപ്പോൾ ഇവിടെ ഉണ്ട്? ഇവിടെ ഞാൻ ഇപ്പം വന്നിട്ട് 38 വർഷം ആവുകയാണ്. 38 വർഷം ഇവിടെ തന്നെ? ഇവിടെ തന്നെ. വേറെ വരിടം പോകില്ല, ഇവിടെ തന്നെ. കാല് സുഖമില്ലാത്തതുകൊണ്ട് ഇവിടെ തന്നെ ഇരിക്കും. ഇവിടുന്ന് കിട്ടിയ സമ്പാദ്യം കൊണ്ടാണോ മക്കളെയൊക്കെ അയച്ചതും? അല്ല, വേറെ ബൊമ്പെന്നൊരു ചെറിയ അവലോസ് ഉണ്ടാക്കും. അവലോസ് ഉണ്ട്. അതെവിടെ വീട്ടിൽ വെച്ചോ? വീട്ടിൽ വെച്ചുണ്ടാക്കി ബേക്കറികളിലൊക്കെ കൊടുക്കും. അതിൽ 100 രൂപ കിട്ടും. പിന്നെ ഇതിൻ്റെ ആദായം ഇതിൽ വലിയ മിച്ചമൊന്നും ഇല്ല ഇപ്പം. രാവിലെ എത്ര മണിയാകുമ്പോൾ വരും ഇവിടെ? ഞാൻ ഇവിടെ ഒരു 10-10:30 വരും. 10:30 വന്നാൽ ഒരു 11 മണിയാകുമ്പോൾ തുടങ്ങിയാൽ വെയിലും മഴയും നോക്കാതെ നമ്മളതിന് കിട്ടും. പിന്നെ അതിൽ കിട്ടിയ 150 രൂപ മിച്ചം വരും. മണ്ണെണ്ണ, പേപ്പർ എല്ലാം ആയിട്ട്. പിന്നെ എനിക്ക് ചെറിയ വീഡിയോ വലിയുണ്ട്. വേറെ ഒരു കുഴപ്പമൊന്നുമില്ല. വൈകുന്നേരം എത്ര മണി വരെ ഇരിക്കും? 5:30 മണി വരെ ഇരിക്കും. മഴയെങ്കിൽ 5:45 വരെ ഇരിക്കും. അത് കഴിഞ്ഞാൽ ഞാൻ ഒതുക്കിയിട്ട് വെക്കളായി. ഈ മഴയും വെയിലും ഒക്കെ വരുമ്പോൾ കയ്യിലിപ്പോൾ ഈ ഒരു കുട മാത്രമേ ഉള്ളൂ? ഒരു കുട തന്നെ. ഈ കുട വെച്ചുകൊണ്ട് തന്നെ ഇരിക്കണം. പിന്നെ ചെറിയ പ്ലാസ്റ്റിക് കൊണ്ട് മുടിയിടും. നമ്മൾ നനയാതെ, കപ്പണ്ടി നനയാതെ നോക്കും. നമ്മൾ നനഞ്ഞാലും. അപ്പൊ ഈ 150 രൂപ ഇങ്ങനെ സ്വരൂപിച്ചാണോ? എത്ര മക്കളുണ്ടെന്നാ പറഞ്ഞ്? 2 പെണ്ണും ഒരാണും. അവരെയൊക്കെ കല്യാണം കഴിപ്പിച്ച് വിട്ടു? അവരെയൊക്കെ വിട്ട്. അപ്പൊ അതിനൊക്കെ ഈ ഒരൊറ്റ വരുമാനം ഉണ്ടായിരുന്നു? ഒറ്റ വരുമാനം തന്നെ ഉണ്ട്. വേറെ വരുമാനം ഇല്ല. നമ്മളെ വെള്ളം കുടിക്കാതെ ഒരു കൂട്ടും. അത് എന്നെ കണക്ക്. ഇപ്പൊ ഇടയ്ക്ക് ഇവിടുന്ന് പിന്നെ ഒന്ന് മൂത്രം ഒഴിക്കാനൊക്കെ പോകണമെന്നുണ്ടെങ്കിൽ? അല്ല, മൂത്രം ഒഴിക്കാൻ ഞാൻ പോകില്ല. വിയർത്ത് പോവുകയാണല്ലോ വെയിലത്തിരിക്കുമ്പോൾ. രാവിലെ വരുമ്പോൾ വീട്ടിൽ നിന്ന് കുളിച്ചെടുത്ത് വരുമ്പോൾ ഇവിടെ പെട്ടി സാറിൻ്റെ കെട്ടിടത്തിലാണ് വയ്ക്കുന്നത്, മുകളിൽ ഇങ്ങനെ സുടിയുടെ അടുത്ത്. അപ്പോൾ അവിടെ മൂത്രപ്പുരമുണ്ട്. അവിടെ പോയി ഒന്നിനൊക്കെ ഇരുന്നിട്ട് വരും. അല്ല, 2-ന് പോകില്ല, 1-ന് പോയി ഇരുന്നിട്ട് വരും. അപ്പോൾ അങ്ങനെ ഇടയ്ക്ക് പോകുമ്പോൾ ഇത് ആരെ ഏൽപ്പിച്ചിട്ട് പോകും? ഞാൻ മൂടി വെച്ചിട്ട് പോകും. പ്ലാസ്റ്റിക് ഇട്ട് മൂടി വെച്ചിട്ട് വെക്കളായി. അപ്പം വന്ന് പിന്നെ തുറക്കും. അങ്ങനെയാണ് നമ്മളെ പരിപാടി. ഞങ്ങളിപ്പോൾ സംസാരിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു ചോറിൻ്റെ കാര്യം. ചോറ് കൊണ്ടുവന്നു. എല്ലാ ദിവസവും ഈ സമയത്താണോ കൊണ്ടുവരുന്നത്? ഇവിടുന്ന് എത്ര ദൂരമുണ്ട് വീട്ടിലേക്ക്? ഓട്ടോയ്ക്ക് 150 രൂപ.
അപ്പൊ ഇനി കഴിക്കാൻ പോവാന്ന് നോക്കോ. ആ കഴിക്കാൻ പോകാൻ. അപ്പൊ നടക്കട്ടെ, ഞാൻ മാറിയിക്കാം. അല്ല ശരി ശരി. അതിന് കുഴപ്പമില്ല. ആ ഉച്ചയ്ക്കുള്ള ഭക്ഷണം പോലും ആ ഇരിക്കുന്ന ഇരിപ്പിൽ തന്നെയാണ്, അവിടെ ഇരുന്നുകൊണ്ട് തന്നെയാണ് കഴിക്കുന്നത്. ഇപ്പം സമയം വൈകിട്ട് ഏതാണ്ട് 5:30 ആവുന്നു. ഈ സമയം വരെ ഹനീഫക്ക ഇവിടെ ഉണ്ടായിരുന്നു. 5:30 ആകുമ്പോഴത്തേക്ക് കൃത്യമായിട്ട് പുള്ളി എല്ലാം പാക്ക് ചെയ്യും, കച്ചവടമൊക്കെ ഒതുക്കി വീട്ടിലേക്ക് പോകാനുള്ള ഒരു തയ്യാറെടുപ്പിലായി. ഇതൊക്കെ അവിടെ നിന്ന് ഇങ്ങി വരെ വരുന്ന എന്തിനാണെന്നറിയോ? ഈ പെട്ടിയുമായിട്ട്. ഈ പെട്ടിയും കടയിലെ സാധനങ്ങളും ഒക്കെ ഈ ഇവിടെ കാണുന്ന ഒരു കടയുടെ തിണ്ണയ്ക്കാണ് വിൽക്കാറുള്ളത്. അവിടെ വെക്കാൻ വേണ്ടിയിട്ടുള്ള പോക്കാണിത്. അത്രയും നടന്നപ്പോൾ തന്നെ പാവം ക്ഷീണിച്ചു. ഇവിടെ കൊണ്ടുവന്ന് എവിടെയോ കൊണ്ടുവന്ന് കെട്ടി വെക്കും. ഇനി നാളെ രാവിലെ വീണ്ടും 10 മണിയാകുമ്പോഴത്തേക്ക് എത്തിയിട്ട് ഇവിടെ വന്ന് ഈ പെട്ടിയും എടുത്ത് വീണ്ടും ആ പഴയ സ്ഥലത്ത് എല്ലാ ദിവസവും ഇരിക്കുന്ന അതേ സ്ഥലത്തേക്ക് പോകും. കണ്ട ഇവിടെ ഈ മൂലയ്ക്കായിട്ടാണ് ഈ പെട്ടിയും സാധനങ്ങളും എല്ലാം കൊണ്ടുവന്ന് ഒതുക്കി ഭദ്രമാക്കി വെക്കുന്നത്. ബിനു നമ്മളോട് പറഞ്ഞ കണക്ക് ഇതാണ് ബിനുവിൻ്റെ ആദ്യത്തെ ദൃശ്യ സ്റ്റുഡിയോ. ബിനു നേരത്തെ നമ്മളോട് സംസാരിച്ചപ്പോൾ പറഞ്ഞല്ലോ, ആ കടയുടെ തൊട്ട് മുന്നിലായിട്ടായിരുന്നു ആ സാധനങ്ങളെല്ലാം കൊണ്ട് വെക്കുന്നത്. കറക്റ്റാണ്. കണ്ടില്ലേ, ഇവിടെ തന്നെയാണ്. അതിപ്പോഴും അങ്ങനെ തന്നെ തുടരുകയാണ്. ഇക്കാര്യങ്ങളൊക്കെ കണ്ട് മനസ്സിലാക്കി നിൽക്കുന്നതിനിടയിൽ ഞാൻ ഹനീഫിക്കയോട് ചോദിച്ചു, ഇക്ക എവിടെയാണ് താമസിക്കുന്നതെന്ന്. അപ്പോൾ അദ്ദേഹം പറഞ്ഞു, ഈ കാട്ടാക്കട KSRTC ബസ് സ്റ്റാൻഡിന് സമീപത്തുനിന്ന് ഏകദേശം 4 കിലോമീറ്ററുകൾക്കപ്പുറമാണ് ഒരു വാടക വീട്ടിൽ അദ്ദേഹം താമസിക്കുന്നതെന്ന്. അദ്ദേഹവും അദ്ദേഹത്തിനോടൊപ്പം അദ്ദേഹത്തിൻ്റെ ഭാര്യയും ഉണ്ട്. മക്കളൊക്കെ ഇടയ്ക്ക് വന്നു പോകുമെന്നാണ് എന്നോട് പറഞ്ഞത്. എന്തായാലും ഹനീഫിക്ക ഇപ്പോൾ ഒരു പുതിയ വീടിൻ്റെ നിർമ്മാണത്തിലാണെന്നും ഇതിനിടയിൽ എന്നോട് പറഞ്ഞു. ആ വീടിൻ്റെ നിർമ്മാണം തുടങ്ങിയിട്ട് കുറേ നാളായി. ഇപ്പോൾ പകുതി വഴിക്ക് വന്ന് നിൽക്കുകയാണ്. പഞ്ചായത്ത് അനുവദിച്ച് നൽകിയ സ്ഥലത്ത് പഞ്ചായത്തിൻ്റെ തന്നെ ഏതൊക്കെയോ ഫണ്ടിൽ നിന്ന് ലഭിക്കുന്ന പണം കൊണ്ടാണ് അദ്ദേഹം ആ വീടിൻ്റെ നിർമ്മാണത്തിനായി ഇറങ്ങിത്തിരിച്ചത്. അപ്പോൾ പഞ്ചായത്തിൻ്റെ മുഴുവൻ പൈസയും അദ്ദേഹത്തിന് കിട്ടിയിട്ടില്ല. ബാക്കി പണി പൂർത്തിയാക്കി കാണിച്ചെങ്കിൽ മാത്രമേ പഞ്ചായത്തിൽ നിന്ന് ബാക്കി തുക അനുവദിച്ച് കിട്ടൂ എന്നാണ് അദ്ദേഹം എന്നോട് പറഞ്ഞത്. എന്തായാലും ഈ വിവരങ്ങളൊക്കെ ചോദിക്കുകയും പറയുകയും ചെയ്യുന്നതിനിടയിൽ ഹനീഫിക്ക എന്നെ ആ സ്ഥലവും വീടും കാണാനായി ക്ഷണിച്ചു. അങ്ങനെ ഞാൻ അവിടേക്ക് ചെന്നു. അതിദയനീയമായ കാഴ്ചയായിരുന്നു എനിക്കവിടെ കാണാൻ സാധിച്ചത്. ഈ വഴി അങ്ങോട്ട് കയറി ചെല്ലുമ്പോഴാണ് താമസിക്കുന്ന വീടെന്നാണ് എന്നോട് പറഞ്ഞത്. ഇവിടെ നമുക്ക് അങ്ങോട്ട് പോയി നോക്കാം. മോനെ എന്നെ വിളിക്കാൻ വന്നതാണോ?
എൻ്റെ മുമ്പിൽ പോകുന്നത് ബിനുവിൻ്റെ മോനാണ്. എനിക്ക് വഴി കാണിച്ചു തരാൻ വേണ്ടി വന്നത്. ഇപ്പം നമ്മൾ വന്ന ആ വഴിയിലൂടെ അതേ അവിടെ വന്ന് നിൽക്കുകയാണ്. അവിടം വരെ വന്ന് നിന്നപ്പോൾ തന്നെ ആൾ ഒരു നല്ല പരിവായി. നമുക്ക് തന്നെ നല്ല ക്ഷീണം തോന്നുന്നു. അപ്പോൾ അദ്ദേഹത്തിൻ്റെ കാര്യം പ്രത്യേകിച്ച് പറയേണ്ട കാര്യമുണ്ടോ? ഇനിയിപ്പോൾ ദേ ഈ മുന്നിൽ കാണുന്ന ഈ പാറയില്ല, ഈ പാറയുടെ മുകളിൽ കൂടെ എങ്ങനെയാണാവോ അദ്ദേഹം വരുന്നതെന്ന് എനിക്കറിയില്ല. എന്തായാലും ഈ പാറയുടെ മുകളിൽ കൂടെ വേണം താഴേക്ക് പോകാൻ. പിന്നെ അവിടെയാണ് വീടിൻ്റെ പണി നടക്കുന്നതെന്ന് എന്നോട് പറഞ്ഞ ബാക്കി വിശേഷമൊക്കെ അവിടെ ചെന്നെങ്കിലേ അറിയാൻ പറ്റൂ. ക്ഷീണിച്ചോ? അങ്ങനെ നടന്നു വരാൻ പറ്റുമോ അതിൻ്റെ മുകളിൽ കൂടെ? പതുക്കെ വരാൻ പറ്റുമോ? ഞാൻ വരണോ? ഞാൻ പിടിക്കണോ? ഞാൻ വേണം ക്യാമറ മാറ്റി വെക്കാം. ആ എന്നാ അത് മതി, അങ്ങനെ മതി. അതാ ഞാൻ ചോദിച്ചു നടന്നു വരാൻ പറ്റുമെന്ന്. പതുക്കെ വന്നാൽ മതി. അങ്ങനെ നമ്മളിപ്പോൾ കണ്ട ആ കഷ്ടപ്പാടുകളൊക്കെ സഹിച്ച് ഹനീഫിക്ക ദേ ഇപ്പോൾ ഹനീഫിക്കയുടെ ആ സ്വപ്നഭവനത്തിൻ്റെ മുന്നിലെത്തി നിൽക്കുകയാണ്. സ്വപ്നഭവനം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതിൻ്റെ പണി നടന്നുകൊണ്ടിരിക്കുന്നതേ ഉള്ളൂ. ഏകദേശം ദേ ഇത്ര ആയിട്ടേ ഉള്ളൂ. ഇനി ഒരുപാട് കാര്യങ്ങൾ ഇതിനകത്ത് ചെയ്ത് തീർക്കാനുണ്ട്. ഹനീഫിക്കയ്ക്കും വൈഫിനും താമസിക്കാൻ പറ്റിയ ഒരു ചെറിയ വീട്, 1-2 മുറികൾ മാത്രമേ ഉള്ളൂ. പിന്നെ കിച്ചണും ഒരു ചെറിയ ലിവിങ് റൂമും ഒക്കെ ഉള്ളൂ. ഓക്കെ, അതിനകത്തൊക്കെ ഒരുപാട് പണികൾ ഇനി ബാക്കി കിടപ്പുണ്ട്. കണ്ടോ, ഇതെല്ലാം ഇങ്ങനെ കിടക്കുക. ജനൽ വെച്ചു, വാതിൽ വെച്ചു, പകുതി കട്ട ഇങ്ങനെ വെച്ചിട്ടുണ്ട്. ബാക്കി പണിയെല്ലാം പെൻഡിങ് ആണ്. അത് കണ്ടോ, ചെറിയ ഒരു സ്ഥലത്ത് പാവം ഒരു കുഞ്ഞൊരു വീട് തയ്യാറാക്കാനുള്ള ശ്രമത്തിലാണ്. എൻ്റെ പുറവശമൊക്കെ വലിയ കഷ്ടമാണ്, കുഴിയൊക്കെ എടുത്തിട്ടേക്കുന്നു. ഇതാണ് ഇപ്പോഴത്തെ അവസ്ഥ. എന്താ ഈ വീടിൻ്റെ പണിയൊക്കെ? വീടിൻ്റെ പണി ജനൽ മട്ടമായി, കെട്ടാൻ നിവൃത്തിയില്ല. ആരെങ്കിലും സഹായങ്ങളുണ്ടെങ്കിൽ വാർക്കാം. ഇതിപ്പം സ്വന്തം കയ്യിൽ നിന്ന് പൈസ ഇട്ട് ചെയ്തതാണ്? അതിപ്പോ പഞ്ചായത്തിൽ നിന്ന് നമുക്ക് 2.5 രൂപ കിട്ടിയിട്ടുണ്ട്. 2.5 ലക്ഷം? 2 ലക്ഷം. ഇപ്പം ഈ വർക്കൂലി കണ്ടല്ല, അവിടെ നിന്ന് ഇതുവരെ വരാമെന്ന് തന്നെ 80 കല്ലിന് 13,000 രൂപ കൊടുത്ത് ഇവിടെ വരാം. അങ്ങനെ ആയപ്പോൾ ഇപ്പം എനിക്ക് 2 ലക്ഷം രൂപ കടമായി മട്ടം കെട്ടിയത്. ഇത്രയും ചെയ്തപ്പോഴത്തേക്ക്? ഇത്രയും ചെയ്തപ്പോൾ ഇനി ഇവിടെ ആരും തരാനില്ല എനിക്ക്. റോഡിൽ നിന്ന് ഇവിടം വരെ ഇതിന്റെ ഓരോ സാധനങ്ങളും കൊണ്ടുവരണമെങ്കിൽ അത് തന്നെ വലിയൊരു ചെലവാണ്. വണ്ടിയൊന്നും കയറി വരില്ല, ചുമന്നുകൊണ്ട് വേണം വരാനായിട്ടല്ലേ? ചുമന്ന് തന്നെ പറഞ്ഞു. അല്ല, അത് ഹിന്ദിക്കാരന്മാരെ വിട്ട് അവര് മറ്റേ ഈ വണ്ടി ഉണ്ടല്ലോ അതിൽ ഉരുട്ടി ഇഞ്ഞ് കയറ്റി ഇവിടെ ഇട്ടാണ് കെട്ടണത്. പഞ്ചായത്തിൽ നിന്ന് മുഴുവൻ പൈസ കിട്ടിയോ? ഇല്ല, ഇനി 1.5 ലക്ഷം രൂപ കിട്ടണം. അത് ഇവര് കോൺക്രീറ്റ് ചെയ്താൽ തന്നെ തരും. മൊത്തം പണി ചെയ്യണം, പണി ചെയ്തിട്ടേ ആ പൈസ തരും. അപ്പൊ അങ്ങനെ പണി ചെയ്യാൻ ഇനി കയ്യിലൊന്നുമില്ല? ഒരു പൈസ ഇല്ല. അതുകൊണ്ടായിരിക്കും ഇത് ഇങ്ങനെ കിടക്കുന്നത് അല്ലേ? അങ്ങനെ കിടക്കുന്നത്. 2 പെണ്ണുണ്ട്, ഒരു ആൺചെറുക്കമുണ്ട്. അവൻ എറണാകുളത്ത് കൂലിക്ക് വണ്ടി ഓടയാണ്. അവൻ പെണ്ണൊക്കെ കെട്ടി. നമ്മൾ വാടക കൊടുക്കും, കറണ്ട് ബില്ലും അടയ്ക്കും. അത് തന്നെ അവൻ ചെയ്യണം. പിന്നെ നമ്മളെ ചിലവിനെ അവിടെ വന്നിരിക്കും. അതാണ് നമ്മളെ പോക്ക്. മഴയത്തും വെയിലത്തും വന്നിരിക്കും.
ഈ 38 വർഷമായിട്ട് അവിടെ വന്നിരുന്ന് ഈ കപ്പലണ്ടി കച്ചവടം ചെയ്ത് അതിനകത്ത് നിന്ന് കിട്ടുന്ന ചെറിയ വരുമാനം കൊണ്ടാണ് ഈ മക്കളെ പഠിപ്പിച്ചതും അവരുടെ കല്യാണം നടത്തി വിട്ടതും ഒക്കെ ഇല്ല അല്ലേ? എന്നിട്ടും ഇപ്പോഴും ഹമീദ് അധ്വാനിച്ചുകൊണ്ടിരിക്കുകയാണ്. സ്വന്തം കാര്യം നടക്കണമെന്നുണ്ടെങ്കിൽ നമ്മൾ പോയി അധ്വാനിച്ച് കൊണ്ടുവന്നെങ്കിലേ പറ്റൂ. ഇപ്പം വീട് പോലും പൂർത്തിയാക്കാൻ പറ്റിയിട്ടില്ല. അതാണ് അവസ്ഥ. ഓക്കെ, ഇപ്പൊ എവിടെ ഇപ്പൊ താമസിക്കുന്നത്? ഇപ്പൊ നമ്മൾ റോഡ് ഇറങ്ങിയില്ലേ, അതിന്റെ സകലം അപ്പുറത്ത് ഒരു തട്ടുകടയൊക്കെ. അതെങ്ങനെ വാടകയ്ക്കോ? അത് വാടകയ്ക്ക്. എത്ര രൂപ? മാസം 6000 രൂപ. അവൻ തന്നെ 6000 രൂപ. ഓ, അതും ഉണ്ടാക്കണം. അപ്പൊ അതുണ്ടാക്കണ്ട, അവൻ കൊടുത്തോളും, മകൻ കൊടുക്കും. മോൻ കൊടുക്കുന്നുണ്ട്. ആ, ഓക്കെ ഓക്കെ ഓക്കെ. അപ്പൊ നമ്മൾ ചെയ്യുന്നതാണ് ഈ വീട്ടു ചെലവും എല്ലാം കൂടെ നടക്കുന്നത്. അതെ അതെ. എന്റെ ബീഡി, വീട്ടിൽ പാല് വാങ്ങിക്കുന്നത്, മീന്, റേഷൻ അരി ഉണ്ടല്ലോ, അതുകൊണ്ട് അങ്ങനെ പോവാണ്. ഓ ശരി. ഇതിപ്പോ എത്ര സെന്റ് ഉണ്ട് ഈ സ്ഥലം? ഇതിപ്പോ 3 സെന്റ് ഉണ്ട്. 3 സെന്റ് സ്ഥലമായിട്ട് വാങ്ങിയതാണോ? പഞ്ചായത്തിൽ നിന്ന് വാങ്ങിച്ചു തന്നതാ. അവരായിട്ട് വാങ്ങിച്ചു അവർ വാങ്ങിച്ചു തന്ന് ബേസ്മെന്റ് കെട്ടി ഇത്രയും മട്ടം നമ്മൾ കടവും കാവലും വെച്ച് ചെയ്ത് ഇനി അങ്ങോട്ട് പോകാൻ വൃത്തിയില്ല. പക്ഷെ ഇത് പൂർത്തിയായി ഇവിടെ ആയെങ്കിൽ പിന്നെ ഇത് വിശ്രമം എടുക്കാനാണ് തീരുമാനം. അതിന് ഒന്നും ആവാതെ കിടക്കാണ്. ഓക്കെ. എന്താ കണ്ണ് നിറയുന്നോ? എന്തിനാ അങ്ങനെ കരയുന്നേ? അയ്യോ, അങ്ങനെ ചുമ്മാ ഇരിക്കുക. അങ്ങനെ അങ്ങനൊന്നും ചെയ്യും. പ്രയാസങ്ങൾ അല്ലല്ല, കരയൊന്നും ചെയ്യരുത്. അതൊക്കെ വിഷമങ്ങളൊക്കെ മാറും. അത് എപ്പോഴും മനുഷ്യന്റെ അവസ്ഥ എപ്പോഴും ഒരേപോലെ ഇരിക്കുകയല്ലോ. അങ്ങനെ തന്നെ. അതെ, അങ്ങനെ തന്നെ ഞാൻ നിരീക്ഷിച്ചിട്ടുള്ളത്. ഞാൻ ചോദിക്കട്ടെ, ഒരു മോനിപ്പം വാടക പൈസയോ അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു പൈസ നിങ്ങൾക്ക് കൊണ്ട് തരുന്നുണ്ട്? ചിലയിടത്തൊക്കെ മക്കൾക്ക് കൊടുക്കാൻ കോടികൾ ആസ്തി ഉണ്ടായിട്ടും 1 രൂപ കാശ് പോലും കൊടുക്കുന്നില്ല. അതിനപ്പുറം അച്ഛനെയോ വാപ്പയോ ഉപ്പയോ ഒക്കെ എടുത്ത് ഉപേക്ഷിച്ച് വീടിൻ്റെ ഏതെങ്കിലും കോണി പോലും കൊണ്ടുവന്ന് കളയുന്നു. ഈ കഴിഞ്ഞ വീഡിയോയിൽ അങ്ങനെ ഒരു കാര്യം പറയുന്നുണ്ട്. എന്തായാലും ഹമീദുക്കയ്ക്ക് അങ്ങനത്തെ അനുഭവം ഒന്നും ഉണ്ടായിട്ടില്ല. അതുകൊണ്ട് പടച്ചോനോട് അതിനുള്ള നന്ദി അറിയിക്കുക. വിഷമിക്കൊന്നും വേണ്ട കേട്ടോ. കണ്ണ് നിറയരുത്, കണ്ണ് നിറയരുത്. പോട്ട് അതൊക്കെ ശരിയാവും. ഇവിടെ വന്നപ്പോൾ അറിയാൻ കഴിഞ്ഞ മറ്റൊരു കാര്യം, ഇവിടെ ഈ കണ്ട വീട്ടിലേക്ക് പോകാനായിട്ട് ഒരു ചെറിയ വഴിപ്രശ്നം ഉണ്ടായിരുന്നു. അപ്പോൾ ആ വഴിപ്രശ്നം പരിഹരിക്കാനായിട്ട് അതിൻ്റെ തൊട്ടടുത്ത് തന്നെയുള്ള ഒരു വ്യക്തി വന്നിട്ടുണ്ട്. അദ്ദേഹത്തെ കൂടെ നമുക്കൊന്ന് കാണാൻ പരിചയപ്പെടാം. അദ്ദേഹം തന്നെ അതിൻ്റെ കാര്യങ്ങൾ പറയും. അപ്പോഴേ ഇവിടുന്ന് ഇറങ്ങി പോകാൻ വേണ്ടി ഒരു വലിയ ബുദ്ധിമുട്ടും തടസ്സമുണ്ടെന്ന് നമുക്ക് മനസ്സിലായി. പിന്നെ ഇങ്ങയുടെ ആ ബുദ്ധിമുട്ട് കൊണ്ട് ഇവിടുന്ന് ഇറങ്ങി പോകാനുള്ള ഒരു സജ്ജീകരണത്തിന് നമ്മൾ പൂർണ്ണമായിട്ട് ഞാൻ കൊടുക്കാൻ ഇതിൻ്റെ അവകാശം വേറെയാണ്. എന്നാലും ഞാൻ പറഞ്ഞ് ഇത്രയും വഴി ശരിയാക്കി കൊടുക്കാൻ ഞാൻ വിചാരിച്ചിരിക്കുകയാണ്. അതൊരു വലിയ സഹായമാണ്. പേരെങ്ങനെയാ? പേര് ഖാദർ. ഇക്ക ചെയ്യുന്ന ഈ സഹായം സത്യം പറഞ്ഞു കഴിഞ്ഞാൽ അത് ഒരു വലിയ വിലപ്പെട്ട ഒരു സഹായം തന്നെയാണ്. കാരണം വീടുണ്ടായിട്ട് കാര്യമില്ല, മനുഷ്യനെ നടന്നു പോകാൻ വഴിയില്ലെങ്കിൽ പിന്നെ എന്ത് ചെയ്യും? ഇങ്ങനെ വീടില്ലാതെ കിടന്ന് കഷ്ടപ്പെടാൻ ഇപ്പോഴും കഷ്ടപ്പെട്ടുകൊണ്ടിരിക്കുകയാണ്. വീട് വയ്ക്കാൻ എത്രയോ ദിവസമായി കട്ടള വെച്ചിട്ട് ചെവിര് വയ്ക്കാതെ കട്ടള മാത്രം വെച്ച് വളഞ്ഞ് പിന്നെ കോൺക്രീറ്റ് ചെയ്യാനുള്ള സജ്ജീകരണങ്ങളും പൈസയുടെ കുറവ് കൊണ്ടാണ് അവർ ഇങ്ങനെ ബുദ്ധിമുട്ടണത്. എത്രയും മാസം കൊണ്ട് ചെയ്തിട്ടിരിക്കുകയാണ്. അതിനെ ആരെങ്കിലും സഹായിച്ചാൽ അതൊരു പുണ്യം കിട്ടുമെന്ന് എനിക്ക് തോന്നുന്നു. എന്തായാലും ഇവരെല്ലാം നിൽക്കുന്നത് മറ്റൊരു ചടങ്ങിന് കൂടിയാണ്. ലാല്, പിന്നെ ബിനുവിൻ്റെ മകൻ ബിനു, അരുൺ, ഹനീഫിക്ക. ഇങ്ങേ അറ്റത്ത് നിൽക്കുന്നതും മറ്റൊരു അരുണാണ്. ലാല് തന്നെ പറഞ്ഞു, എന്താണ് ഇനിയിപ്പോൾ ഇവിടെ നടക്കാൻ പോകുന്നത്? ഇല്ല, ഞങ്ങൾ ഈ വീഡിയോ ഒക്കെ പുറത്ത് വന്നപ്പോൾ ആ ഉദ്ഘാടനം കഴിഞ്ഞിട്ട് എല്ലാ സോഷ്യൽ മീഡിയയിലും മെയിൻ സ്ട്രീമിലുള്ള സാറ്റലൈറ്റ് ചാനലുകളിലെല്ലാം വാർത്തയായിട്ടും റീലായിട്ടും മറ്റു എല്ലാ ദൃശ്യങ്ങൾ പുറത്തു വന്നു. അപ്പോൾ അതിൻ്റെ അടുത്ത ദിവസങ്ങളിലൊക്കെ ഞങ്ങൾക്ക് ഒരുപാട് പേരുടെ അഭിപ്രായം കിട്ടി എന്നുള്ളതാണ്. ഒരുപാട് നല്ല വാക്കുകൾ ഞങ്ങൾക്ക് ലഭിച്ചു. അപ്പോൾ അതിന് ശേഷമാണ് ശരിക്കും ഞങ്ങൾ അറിയുന്നത്, ഈ ഉദ്ഘാടനത്തിന് ശേഷമാണ് ഞങ്ങൾ അറിയുന്നത് ഇദ്ദേഹത്തിൻ്റെ അവസ്ഥയൊക്കെ വളരെ മോശമാണ്. ഒരു വീട് ഇങ്ങനെ പണി പകുതിയിൽ കിടക്കുകയാണ്. അപ്പോൾ എന്തെങ്കിലുമൊക്കെ സഹായം ആ മനുഷ്യന് ആവശ്യമുള്ള ഒരു സമയമാണ് എന്നുള്ള കാര്യം. അപ്പോൾ നമ്മൾ ഇങ്ങനെ ആലോചിച്ചു. അപ്പോൾ നമ്മൾ ആ മനുഷ്യനൊരു വീടൊന്നും വെച്ചു കൊടുക്കാനുള്ള നിവൃത്തി ഞങ്ങൾക്ക് ആർക്കും ഇല്ല. പക്ഷേ അണ്ണാൻ കുഞ്ഞും തന്നാലായത് എന്ന് പറയുന്ന പോലെ ഞങ്ങളെ കൊണ്ട് പറ്റുന്ന ഒരു സഹായം ചെയ്യാം എന്നാണ് ഞങ്ങൾ ആ സമയത്ത് തീരുമാനമെടുത്തു. പക്ഷെ അതൊന്നും പറ്റിയില്ല. പക്ഷെ ഇന്നാണ് അതിനൊരു അവസരം ഒത്തു വന്നത്. ചെറിയൊരു സഹായം, ഇതൊരു തുടക്കമാണ്. ഈ ദൃശ്യം കാണുന്നവർ
സുമനസ്സുകളായിട്ടുള്ള ആരെങ്കിലുമൊക്കെ ആ മനുഷ്യൻ്റെ വീട് നനയാണ്ട് കിടക്കാനുള്ള ഒരു അവസ്ഥയിലേക്ക് എത്തിക്കാൻ വേണ്ടിയിട്ട് ഒരു ശ്രമം, ഞങ്ങളൊരു തുടക്കം മാത്രം, അത് അദ്ദേഹം അത് സ്നേഹപൂർവ്വം അദ്ദേഹത്തിന് പങ്കുവയ്ക്കുക. ഞാൻ ഇപ്പം എൻ്റെ ഒരു കഴിവിനനുസരിച്ച് ഞാൻ ഒരു 20,000 രൂപ അദ്ദേഹത്തിന് കൊടുക്കുകയാണ്. ഒരു ചെക്ക് ഞാനിപ്പോൾ അദ്ദേഹത്തിന് കൈമാറിയാണ്. മക്കളെ, ഇപ്പം എൻ്റെ ക്യാമറ ഇരിക്കുന്നതുകൊണ്ട് എനിക്ക് കൈയടിക്കാൻ പറ്റുന്നില്ല. ഒരു കൈയടി കൊടുത്താലോ? ഇതൊരു നല്ല തുടക്കമാവട്ടെ. അപ്പോൾ എൻ്റെ കയ്യിൽ ഇപ്പോൾ ഒരു 6,000 രൂപ ഉണ്ട്. ഇനി ഈ പ്രോഗ്രാം അവിടെ അല്ലെങ്കിൽ ഈ ഇദ്ദേഹത്തിൻ്റെ ഉദ്ഘാടനവുമായി ബന്ധപ്പെട്ട് ആ വേദിയിൽ അവതാരകനായി നിന്നതിന് സുഹൃത്ത് ബിൻമാഷ്, അപ്പൊ അദ്ദേഹം എനിക്കൊരു സ്നേഹോപകാരം തന്നു. ഒരു ചെറിയ ശരിയാണല്ലോ, ലാലായിരുന്നു അതൊക്കെ. ഞാൻ അവതാരകൻ എന്ന നിലയിൽ എനിക്കൊരു ചെറിയൊരു കുഞ്ഞു പ്രതിഫലം അദ്ദേഹം തന്നു. അത് അദ്ദേഹത്തിന്റെ ഒരു മനസ്സ് എന്നെ തന്നു. അതിലൊരു പങ്ക് ഞാൻ അതും കൂടെ ചേർത്ത് വെച്ചിട്ട് ഒരു തുക ഞാൻ അദ്ദേഹത്തിന് അത് കൈമാറാൻ ആഗ്രഹിക്കുകയാണ്. ഇതെന്റെ മനസ്സാണ്, എൻ്റെ ഇഷ്ടമാണ്. തീർച്ചയായിട്ടും. ഹനീഫിക്കയോടും മറ്റു സുഹൃത്തുക്കളോടും യാത്ര പറഞ്ഞിറങ്ങുന്നതിനിടയിൽ ഹനീഫിക്ക എന്നോട് മാത്രമായ ഒരു കാര്യം പറഞ്ഞു. അത് മറ്റൊന്നും ആയിരുന്നില്ല. അദ്ദേഹം എന്നോട് പറഞ്ഞു, ശ്രീകുമാർ, എനിക്ക് ആ വീട് പൂർത്തിയാക്കണം. ആ വീട്ടിൽ ഒരു ദിവസം അന്തി ഉറങ്ങണം. അതുമാത്രമാണ് എൻ്റെ ഏറ്റവും വലിയ ആഗ്രഹം. നാം കണ്ടുവല്ലോ അദ്ദേഹത്തിൻ്റെ സാഹചര്യവും വിശേഷങ്ങളുമൊക്കെ. അദ്ദേഹത്തിന് ഇപ്പോഴത്തെ സാഹചര്യത്തിൽ ആ വീട് പൂർത്തിയാക്കാനുള്ള പണം കയ്യിലില്ല. നമ്മളിപ്പോൾ കണ്ടതുപോലെ ചില സുഹൃത്തുക്കളുടെ സഹായം മാത്രമാണ് അദ്ദേഹത്തിന് ഇപ്പോൾ ലഭ്യമായിക്കൊണ്ടിരിക്കുന്നത്. അതുകൊണ്ട് മാത്രം ആ വീട് പൂർത്തിയാക്കാൻ സാധിക്കുകയുമില്ല. അതുകൊണ്ട് ഈ വീഡിയോ കണ്ട ഹനീഫിക്കയെ മനസ്സിലാക്കിയ പ്രിയപ്പെട്ട പ്രേക്ഷകരിൽ ആർക്കെങ്കിലുമൊക്കെ അദ്ദേഹത്തെ സഹായിക്കണമെന്ന് തോന്നുന്നുണ്ടെങ്കിൽ ഞാൻ അദ്ദേഹത്തെ നേരിട്ട് വിളിച്ച് അദ്ദേഹത്തിന് ആവശ്യമായ സഹായങ്ങൾ നൽകുവാൻ ആവശ്യമായ കോൺടാക്റ്റ് നമ്പർ, അദ്ദേഹത്തിൻ്റെ വൈഫിൻ്റെ കോൺടാക്റ്റ് നമ്പർ ഞാൻ ഈ വീഡിയോയ്ക്ക് പിന്നാലെ ഇടാം. അദ്ദേഹത്തിന് സ്വന്തമായി ഫോണില്ല എന്ന വിവരം ഞാൻ തുടക്കത്തിൽ പറഞ്ഞുവല്ലോ. അതുകൊണ്ട് നിങ്ങൾക്ക് ആ നമ്പറിൽ വിളിക്കാം. ആ നമ്പറിൽ വിളിച്ച് അദ്ദേഹവുമായി നേരിട്ട് നിങ്ങൾക്ക് സംവദിക്കാം, സഹായങ്ങൾ വല്ലതും കൈമാറ്റം ചെയ്യാം. എന്തായാലും ഹനീഫിക്കയുടെ ഈ വിശേഷങ്ങൾ ഇങ്ങനെ ഇവിടെ പൂർണ്ണമാവുകയാണ്. ഇനി മറ്റൊരു വിശേഷവുമായി അടുത്ത വീഡിയോയിൽ കാണാം. അതുവരെ എല്ലാവർക്കും നന്ദി.